ഇന്നലെ ഭക്ഷണം കഴിച്ചപ്പോഴും എന്നെ മൈൻഡ് ചെയ്തില്ല. ചേച്ചിയും കണ്ടില്ലേ? ഇപ്പതേ അമ്മയും കെട്ടിപ്പിടിച്ച് കിടക്കുന്നു. കിടന്നോട്ടെ. ചേച്ചിക്ക് എന്നെ വേണ്ടെങ്കിലും എനിക്ക് ചേച്ചിയെ വേണം. അത് മോനെ, ക്യാമ്പിൽ പലതരത്തിലുള്ള കുട്ടികളെയും കണ്ടിട്ട് വന്നതല്ലേ? ഒന്നുമല്ല, ഞങ്ങളുടെ സ്കൂളിലും എത്ര തരത്തിലുള്ള കുട്ടികളുണ്ട്. പക്ഷെ ചേച്ചി മാറിയിട്ടില്ലല്ലോ. എനിക്ക് തോന്നുന്നതേ ചേച്ചിക്ക് കാശുകാരികളെ പോലെ ആകാനാ ആഗ്രഹമെന്ന് തോന്നുന്നു. അവരല്ലേ നേരം വെളുത്താലും കിടന്നുറങ്ങുന്നേ. പോട്ടെ മോനെ, 2-3 ദിവസത്തേക്ക് അങ്ങ് ക്ഷമിക്കേ. എന്നാലും ശരി, ചേച്ചിയുടെ ഈ മാറ്റം എന്താണെന്ന് ഞാൻ കണ്ടുപിടിക്കും. ഉറപ്പാ. ചേച്ചി ചായ എടുക്കട്ടെ? എനിക്ക് ചായ ഒന്നും വേണ്ട. ഹലോ. ഹലോ മിസ്റ്റർ ജീവ, എപ്പോഴാണ് തമ്മിൽ കാണുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് ഫ്രീ ആയിക്കോട്ടെ. നിങ്ങൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് മഹാ ബോറാണ് കേട്ടോ. സുഹൃത്തെ, കാര്യങ്ങൾ ബോറാകരുതെന്നാ ഞാനും പറയുന്നത്. ക്ഷമയ്ക്ക് ഒരു പരിധിയുണ്ട്. എത്ര ദിവസമായി ഞാൻ കാത്തിരിക്കുന്നു. ഞാൻ ആവശ്യപ്പെട്ടായിരുന്നോ നിങ്ങൾ കാത്തിരിക്കാൻ? എനിക്ക് കംഫർട്ട് ആവുന്ന സമയത്ത് എനിക്ക് വരാൻ പറ്റൂ. അത് ശരി, ന്യായം പറച്ചിൽ തുടങ്ങി. ഈ ന്യായം എന്നോട് മാത്രമല്ല, സ്വന്തം കുടുംബത്തിന് നടത്തണമായിരുന്നു. എനിക്ക് വരേണ്ട അവകാശങ്ങൾ നിങ്ങൾ വാങ്ങി തരണമായിരുന്നു. എന്നിട്ടാണ് ഈ വാചകമടിയെങ്കിൽ കേൾക്കാൻ ഒരു സുഖമുണ്ടായിരുന്നു. ഒരു കാര്യം ചെയ്യും, ഞാൻ അങ്ങോട്ട് വരാം. വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. ഓക്കെ, ഗുഡ്. ഇതാണ് ന്യായം. ചെന്നൈയിൽ നിന്ന് ഒരാൾ വന്നിരിക്കുന്നു. അയാളെ എത്രയും പെട്ടെന്ന് ചെന്ന് കാണുക. അപ്പൊ ഓക്കെ ജീവ, പെട്ടെന്ന് വരിക. നമുക്ക് ഒരുമിച്ചിരുന്ന് ചായയൊക്കെ കുടിച്ച് കാര്യങ്ങൾ സംസാരിക്കാം. ഹാവ് എ നൈസ് ഡേ. ഓക്കെ. ആരാ വിളിച്ചത്? ഞാൻ പറയാം, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഫ്രഷായി സ്ക്രിപ്റ്റിംഗ് തുടങ്ങാം. എന്തായാലും ആ ഊർമിള എന്തൊക്കെ തരത്തിലുള്ള മനുഷ്യരായി ഭൂമിയിൽ നമ്മളെ കൊണ്ട് എത്ര കൃത്യമായിട്ടാ ഓരോന്ന് വിശ്വസിപ്പിച്ച്. അതെ, ഒരിക്കൽ ആരെങ്കിലും നമ്മളെ പറ്റിക്കുന്നു, അപ്പൊ നമ്മൾ തീരുമാനിക്കും ഇതൊരു പാഠമാണ്, ഇനി ഒരു പറ്റിക്കലിലും നമ്മൾ വീഴില്ലാന്ന്. പക്ഷെ ഊർമിളയെ പോലെ അല്ലാത്ത മറ്റൊരാൾ വരട്ടെ, അപ്പോഴും നമ്മളെല്ലാം വിശ്വസിച്ച് സ്വയം അങ്ങ് കുഴപ്പത്തിൽ ചാടും. ആ, മോള് കുളിച്ചിറങ്ങിയും തോന്നുന്നു. ഒന്നിങ്ങോട്ട് വന്നേ. ദാ വരുന്നു. ഞാൻ പോയിട്ട് വരാം. ശരി. മോളെ, എന്താ മോളെ? അല്ലച്ചാ, ഒരു കാര്യം പറഞ്ഞ വഴക്കു പറയോ? മോൾ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? നീ കാര്യം പറ. എന്റെ തലമുടി ഒന്ന് ചീവി തരൂ. എങ്ങനെ എങ്ങനെ? എന്റെ തലമുടി ഒന്ന് ചീവി തരുമോന്ന്. കൊള്ളാലോ. എനിക്കൊരാഗ്രഹം, എന്റെ അച്ഛൻ തലമുടി ചീവി തരണമെന്ന്. ക്യാമ്പിലെ ചില ഫ്രണ്ട്സിന് അവരുടെ അച്ഛന്മാരെ മുടി കൊടുക്കുന്ന. അപ്പൊ എനിക്കും തോന്നി ഒരു കൊതി. ഓക്കെ, നിന്റെ കൊതി മാറ്റിക്കളെ. നീ അങ്ങോട്ടിരുന്നേ. ഷാമ്പു ചെയ്ത് സ്വന്തം ഇഷ്ടത്തിന് ഹെയർ സ്റ്റൈൽ ചെയ്തുകൊണ്ടിരുന്ന ആളാ. ഇപ്പൊ സ്റ്റൈല് ഞാൻ തീരുമാനിക്കണം അല്ലേ? അതൊരു രസമല്ലേ അച്ഛാ? അച്ഛന് രസ. പക്ഷെ മോളെ, കാണുന്നവർക്ക് ഒരു രസവും കാണില്ല. എന്താണെന്നറിയോ, അച്ഛന് ഈ തലമുടി കെട്ടുന്നതിനൊന്നും അത്ര വശമില്ല. അതൊന്നും സാരമില്ല അച്ഛാ. എന്റെ അച്ഛനല്ലേ കെട്ടിത്തരുന്നത്. എന്റെ അച്ഛൻ കെട്ടിത്തരുന്നത് എങ്ങനെയാണെങ്കിലും അതാ സൂപ്പർ സ്റ്റൈൽ. ഈടായിട്ട് കുറച്ച് കൂടുതൽ സൂചിപ്പിക്കുന്നുണ്ട്. നീ എണ്ണ തേച്ചോ? കുറച്ചെണ്ണ.
നല്ല മണമുള്ളത് തന്നെയാ. ഇത് സത്യമാണോ സാർ? എന്താ പോന എന്താ പോന നീ അന്തം വിട്ട് നിൽക്കുന്നേ? അല്ല, ഈ തലമുടി വെട്ടുന്ന കണ്ടിട്ട് എനിക്കത്ര വിശ്വസിക്കാനൊന്നും പറ്റുന്നില്ല. ഇനി മുതൽ എന്റെ അച്ഛനെ എനിക്ക് തലമുടി കെട്ടിത്തരുന്നത്. എന്താ പോന? ഒന്നുമില്ല സാർ, ഒന്നുമില്ല, സത്യമായിട്ടൊന്നുമില്ല. ഇങ്ങനൊരു സന്തോഷം ജീവിതത്തിൽ കിട്ടുമെന്ന് കരുതിയില്ല. അച്ഛന് ബുദ്ധിമുട്ടായോ? ഏയ്, ഒരു തല്ലു വെച്ചെന്നാലുണ്ടല്ലോ. പെൺമക്കളുടെ അച്ഛനാവുക എന്ന് പറയുന്നതിന്റെ സുഖവും സന്തോഷവും ആൺകുട്ടികളുടെ അച്ഛന്മാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. കേട്ടോ പെൺകുട്ടി? ആ, നേരെ ഇരുന്നേ. ആ, ഇങ്ങനെ എന്റെ മോളുടെ അടുത്തുനിന്ന് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പഠിക്കാനുണ്ട്. ഇന്നിങ്ങനെ മതിയാവുമല്ലോ. ആ, എന്നാ ഈ പൊട്ടും കൂടി വെച്ച് വെച്ചാ. ഏ, ആ. ദാ. എന്തായി കാണിക്കുന്നത്? അച്ഛൻ പൊട്ടി കളഞ്ഞു വെച്ചാ. ഇല്ല. ഓക്കെ, സുന്ദരി കുട്ടിയായി. താങ്ക് യു. താങ്ക് യു. എന്താ പോന? ഞാൻ പോകാൻ പോവാ. ഞാൻ ഇവിടെ സ്ഥലം വിടുവാ. ഇനി ഞാൻ ഇവിടെ നിന്നാലേ BP കയറി അറ്റാക്ക് വന്ന് ഞാൻ തട്ടിപ്പോവും. കാര്യം പറ. തലമുടി കെട്ടുന്നു. തലമുടി കെട്ടുന്നോ? ആര്? ഇനി ആരെങ്കിലും തലമുടി കെട്ടുന്നതിന് ഫോണിനെന്തിനാ പോന്നേ? തലമുടി കെട്ടുന്നതേ വേറെ ആരുമല്ല, ജീവസാറാ. ജീവസാർ എങ്ങനെ തലമുടി കെട്ടുന്നേ? പ്രിയമോളുടെ തലമുടി കെട്ടുന്നത് ജീവസാറാണ്. അത് തനി നാടൻ രീതിയിലാ കലേ. അയ്യോ, അത് കൊള്ളാലോ. ഇത് കേൾക്കുമ്പോൾ എനിക്ക് ദേഷ്യം കയറരുത് കേട്ടോ. ഈ വീട്ടിൽ ഇന്ന് വരെ ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ല. അതിനെന്താ, ഇന്ന് മുതൽ തുടങ്ങട്ടെ. എന്റെ കൺഫ്യൂഷൻ, ദൈവമേ, ഇതിവിടെ ആർക്കും മനസ്സിലാവുന്നില്ലല്ലോ. ഇതാ നോക്കി, ഒരാള് സാഹചര്യങ്ങളിൽ പെട്ടുമാറാം, സമ്മതിച്ചു. പക്ഷെ ആ മാറ്റത്തിനൊരു ലിമിറ്റ് ഇല്ലേ? അതിനപ്പുറം മാറിയാലേ നമുക്ക് സംശയം തോന്നും കലേ. സത്യത്തിലേ ഇപ്പൊ എനിക്കാ സംശയം. എന്ത് സംശയം? അല്ല, ഭുവൻ എന്തെങ്കിലും മാറ്റം ഉണ്ടോന്ന്. എന്ന് വെച്ചാലേ കുഴപ്പമുണ്ടോന്നാ എന്റെ സംശയം. അപ്പൊ അങ്ങനെ ഇപ്പൊ എനിക്കായി കുഴപ്പം. ആയിക്കോട്ടെ, ആ, എനിക്ക് ആരുടെ സഹായം വേണ്ട. അല്ലാതെ തന്നെ ഈ മാറ്റങ്ങളുടെ ശാസ്ത്രീയ വശം ഞാൻ കണ്ടുപിടിച്ചോളാം. മുജ്ജന്മത്തിലെ ഏതോ ആത്മാവ് ആവാഹിച്ചേക്കുക. ഞാൻ കണ്ടുപിടിക്കും. ദൈവത്തിനാണ് സത്യം, ഞാൻ കണ്ടുപിടിക്കും. അവൻ വലിയ തത്വമൊക്കെ പറഞ്ഞു തുടങ്ങി. ഇടിച്ചു കയറി അവന്റെ വീട്ടിലേക്ക് ചെന്നാലോ എന്ന് ആലോചിച്ചതാ. വേണ്ട, അതൊക്കെ അവസാന കൈക്ക് മതി.
എന്തായാലും അയാള് വരുമെന്ന് പറഞ്ഞില്ലേ? അത് വരും, ഇന്ന് തന്നെ വരും. ഇല്ലെങ്കിൽ ഞാൻ വരുത്തും. നമ്മുടെ ഭാഗം പറയേണ്ടതൊക്കെ പറയുക. അയാളും കൂടി നിന്നാ ഒക്കെ തീർത്തു തരേണ്ടത്. നിവർത്തിയില്ലെങ്കിൽ പിന്നെ ഒന്നും നോക്കാനില്ല. അപ്പൂനെ അവളെയൊക്കെ ഇങ്ങ് കൊണ്ടുവരണം. അപ്പുവുമായിട്ടേ ഞാൻ അങ്ങോട്ടുള്ളൂ. നീയും ചിലപ്പോ വരേണ്ടി വരും. എപ്പോ വരണമെന്ന് പറഞ്ഞാ മതി. അടുത്ത ഫ്ലൈറ്റിന് ഞാനങ്ങ് എത്തും. ശരി, ഞാൻ വിളിക്കാം. ഓക്കെ, ശരി. അച്ഛാ പ്ലീസ് പിണക്കൊന്ന് മാറ്റച്ചാ. അച്ഛൻ്റെ അമ്മയുടെയും ഒപ്പം ജീവിക്കാൻ കൊതിയാവുന്നു. എന്തൊരു വാശിയാ നിങ്ങൾ തമ്മില്. എന്നെയും ദിയേയും വിചാരിച്ചെങ്കിലും ഒന്ന് വാശി മാറ്റിക്കൂടെ? അച്ഛൻ നല്ല അച്ഛനാ, അമ്മ നല്ല അമ്മ, ഞങ്ങൾ മക്കളും നല്ലവരാ. അപ്പൊ നല്ല ലൈഫായിരിക്കും അച്ഛാ നമുക്ക്. ഇന്നലെ ഫോണിലൂടെ അച്ഛന്റെ ശബ്ദം കേട്ടപ്പോ എന്തൊരു ത്രില്ലായിരുന്നു. ഒന്നും ക്ലിയർ ആവുന്നില്ലല്ലോ. പക്ഷെ ഒരുപാട് രഹസ്യങ്ങളുണ്ട്. ജീവസാറിനും ചേച്ചിക്കും മാത്രം അറിയാവുന്നത്. ജീവസാറിനെ കിട്ടിയപ്പോ എന്നെ ചേച്ചിക്ക് വേണ്ടാതാണ്. എനിക്കറിയണം എന്തൊക്കെയാണെന്ന്. അച്ഛനൊരു വാക്ക് പറഞ്ഞാ മതി, അമ്മയുടെ പിണക്കം ഞാൻ മാറ്റാം. അപ്പോ ഗുഡ് മോർണിംഗ് ചേച്ചി. അതെന്താ പ്രത്യേകിച്ചൊരു സ്പെഷ്യൽ ഗുഡ് മോർണിംഗ്? സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ നടക്കുന്നത്. എന്ത് സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങള്? ഏയ് ഒന്നുമില്ല, ഞാൻ കണ്ടുപിടിച്ചോളാം. എന്ത് കണ്ടുപിടിച്ചോളാന്ന്? ഏയ് ഒന്നുമില്ല, ഞാൻ ചുമ്മാ ഓരോന്ന് പറഞ്ഞതാ. ജീവസാറ് പാവല്ലേ ചേച്ചി? പിന്നെ എത്ര നല്ല ആളാ, എന്ത് സ്വീറ്റ് ആയ ആളാ. ഒരു നമ്പർ ഇട്ട് നോക്കാം. ഹേയ്, അത്ര നല്ല ആളൊന്നും അല്ല. ഇപ്പൊ ജീവസാറിന്റെ ഫിലിമൊക്കെ പൊട്ടയാന്നാ കേക്കുന്നേ. ആരാടാ നിന്നോട് പറഞ്ഞത് ജീവസാറിന്റെ പടം പൊട്ടയാണെന്ന്? അത് പറഞ്ഞവനെ കാണിച്ചാ അവന്റെ ചെകിടടിച്ച് പൊട്ടിക്കും ഞാൻ. എന്റെ അമ്മ ആകവല്ലയോ? അയ്യോ, ആകെ കുഴപ്പമായല്ലോ. ഇതിലിപ്പോ ഇനിയും കണ്ടുപിടിക്കാൻ കുറെ കാര്യങ്ങളുണ്ട്. വരട്ടെ. നീ പേടിച്ചു പോയോ? അപ്പോ നിന്നെ ഞാനൊന്ന് പേടിപ്പിക്കാൻ നോക്കിയതാ. ആ തോന്നി, ചേച്ചി എന്നെ പേടിപ്പിക്കാൻ നോക്കിയത് തന്നെയാണ്. ചേച്ചി സൂപ്പർ അല്ലേ? ഇവൻ കളിയാക്കി പറയുന്നതല്ലേ? ഞാൻ കണ്ടുപിടിച്ചോളാം. ശ്രീ ഇറങ്ങാം. കാവ്യ, ഒരു മിനിറ്റ്. എന്താ ശ്രീ? ഒന്നുമില്ല, ഞാൻ രാവിലെ ദിയമോളെ ഒബ്സർവ് ചെയ്യായിരുന്നു, ബ്രേക്ക്ഫാസ്റ്റ് സമയത്തും ഒക്കെ. താൻ പറഞ്ഞത് നേരാ, അവിടെ ടോട്ടലി ഒന്ന് മാറിയിട്ടുണ്ട്. തന്നെ അപ്സെറ്റ് ആക്കാൻ പറഞ്ഞതല്ല, അവളിലൊരു ശ്രദ്ധ വേണമെന്ന് അറിയിക്കായിരുന്നു.
അവള് മുതിർന്നു തുടങ്ങി. ഇത്ര പെട്ടെന്നൊരു മാറ്റം ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇനി ആകാശം ഇടിഞ്ഞു വീണാലും രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുന്ന ആളാ. അവളാ ഇന്ന് അപ്പുവിനെ ഉണർത്തുന്നത്. ഇന്ന് അപ്പു അവളെ ഉണർത്താൻ നോക്കിയപ്പോ അവള് വഴക്കു പറഞ്ഞു. അപ്പുവിനത് വിഷമമായി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോ ഇഡ്ഡലിയും സാമ്പാറും അവള് കഴിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. എന്തോ കഷായം കുടിക്കും പോലെയാണ് എനിക്ക് തോന്നിയത്. അതുപോലെ രാവിലെ ചെടികൾക്ക് വെള്ളം ഒഴിച്ചതും അതിലൊരു താളം തെറ്റലുണ്ടായിരുന്നു. പക്ഷേ ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. എന്നോട് വല്ലാത്തൊരു അഫെക്ഷൻ. ഞാൻ അതാ ആലോചിക്കുന്നത്. ജീവിതത്തിൽ ആദ്യമായി ഒരു അമ്മയെ കാണുന്ന കുട്ടിയുടെ ഒരു ആവേശവും സന്തോഷവും ഒക്കെയാ. ഹെയർ സ്റ്റൈൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കും കുറച്ച് വ്യത്യാസമുണ്ട്. അമ്മ എന്ന് വിളിച്ചിരുന്ന ആള് അമ്മയെന്ന് വിളിക്കുന്നു. കൂട്ടിനകത്ത് അടച്ചിട്ടിരുന്നത് പോലെ വളർത്തിയിരുന്നതല്ലേ നമ്മൾ ഗുണങ്ങളെന്ന് കരുതിയിരുന്നത്. വാസ്തവത്തിൽ ജയിലിനകത്ത് കിടക്കുമ്പോ കാണിക്കുന്ന അച്ചടക്കവും ദിനചര്യയും ഒക്കെ ആവാം. അവൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോ പുതിയ ലോകം കണ്ടു, പുതിയ ആൾക്കാരെ കണ്ടു, പുതിയ ആഹാര രീതികൾ അറിഞ്ഞു. പക്ഷേ ഈ മാറ്റത്തിലും അവള് സ്നേഹം മറന്നിട്ടില്ല. തന്നോടുള്ള സ്നേഹം മറന്നിട്ടില്ല. അത് താൻ പറയുന്ന പോലെ ഒന്ന് കൂടി. പക്ഷേ അപ്പുവിനോടുള്ള ഇഷ്ടോ? അവനാകെ ടെൻഷനില്ല. ഇല്ല, എന്തൊക്കെയായാലും അവളുടെ ബേസിക് ക്യാരക്ടർ അവളിലേക്ക് തിരിച്ചു വരിക തന്നെ ചെയ്യും. എനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ ഭാസ്കർജിയോട് അവള് പ്രതികരിച്ചത് ആ ഒരൊറ്റ കാര്യം മതി ബാക്കിയൊക്കെ മറക്കാൻ. എന്തായാലും നമുക്കൊന്ന് ശ്രദ്ധിക്കാം. താൻ പറഞ്ഞ പോലെ പുതിയ ലോകം കണ്ടിട്ട് വന്ന ആളാ. ആ ഒരു തിളക്കം ആകർഷിക്കും. വരട്ടെ, നോക്കാം. കാവ്യ, താൻ പറഞ്ഞ പോലെ പെൺകുട്ടികൾക്ക് അമ്മമാരോട് ഒരുപാട് പറയാനുണ്ടാവും. അവളോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കണം. അവളുടെ മനസ്സിലെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയണം. അമ്മയുടെ സ്ഥാനത്ത് അച്ഛനും കൂടി വന്നിട്ടുണ്ടോന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും വേണം. അപ്പോ അപ്പോ ആ ദേ, രണ്ടുപേരും വീടിനകത്ത് തന്നെ ഇരിക്കണം. പുറത്തെങ്ങും ഇറങ്ങരുത് കേട്ടോ. അമ്മേ, ഒരു കാര്യം. എന്താ മോളെ? ഞാനും അമ്മയുടെ കൂടെ ഓഫീസിലേക്ക് വരട്ടെ? എന്താ മോളെ? ഞാനും കൂടി ഓഫീസിലേക്ക് വരട്ടേന്ന്. ഞാനിതുവരെ അമ്മയുടെ ഓഫീസ് കണ്ടിട്ടില്ലല്ലോ. ചേച്ചി, ചേച്ചി എന്തിനാ ഇപ്പൊ ഓഫീസിൽ പോകുന്നത്? നമുക്കിവിടെ നിന്ന് കളിക്കാം. മോൾക്ക് പുതിയ പുതിയ ആഗ്രഹങ്ങളാണല്ലോ. മോളെ, അമ്മയുടെ ഓഫീസ് എന്ന് വെച്ചാൽ കോടതിയാ. അവിടെ വക്കീലും വാദിയും പ്രതിയും ഒക്കെയായി ആകെ ഒരു ബഹളമായിരിക്കും. മോള് വന്നാ അമ്മയ്ക്കും അനിയച്ചനും മോളെ ശ്രദ്ധിക്കാൻ കൂടി പറ്റില്ല. അതൊന്നും സാരമില്ല അമ്മേ. അമ്മയുടെ കൂടെ വരികയും പോവുകയും ചെയ്യുന്നത് ഒരു രസമല്ലേ? അതിനുവേണ്ടിയാ. ആണോ? അമ്മയുടെ കൂടെ യാത്ര ചെയ്യുന്നത് അത്ര വലിയ രസമാണോ? പിന്നെ ക്യാമ്പീന്ന് തിരിച്ചു വന്നപ്പോ നല്ല രസമായിരുന്നു. അതുപോലെ. ശരി, എന്നാ അമ്മയുടെ വാവക്കുട്ടി വന്നോളൂ. അപ്പും വാ. എനിക്ക് ഓഫീസൊന്നും കാണണ്ട. അപ്പോ ചേച്ചി വിളിക്കാത്തതുകൊണ്ടാണോ? നീ ഇന്ന് വന്നില്ലെങ്കി ചേച്ചി പിണങ്ങും. ശരി, എന്നാ ഞാൻ വരാം. ആ, ഡ്രസ്സൊക്കെ ഇത് മതി. നമുക്ക് പെട്ടെന്ന് ഇറങ്ങാം. അമ്മേ, ദേ ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം. മോളെ, ഡ്രസ്സൊക്കെ ഇത് മതി. ക്ലീൻ ചെയ്യാനൊന്നും നിക്കണ്ട, സമയമില്ല. രണ്ടാളും വേഗം ഇറങ്ങും കേട്ടോ.
ബസ്സിൽ പോവാ. അച്ഛന്റെ കൂടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വരുമ്പോഴുള്ള അതേ ത്രില്ല ഇപ്പോ. ഇതിന് ഇന്നൊരു തീരുമാനം ഉണ്ടാക്കണം. ഞാൻ പോയിട്ട് വരട്ടെ അച്ഛാ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ബൈ, ടാറ്റാ. നീ എന്താ ഇവിടെ ഒളിച്ചു നിൽക്കുകയാണോ? ഞാനെന്തിനാ ഒളിച്ചിരിക്കുന്നേ? ചേച്ചിക്ക് ഇത് എന്തു പറ്റി? ചേച്ചിക്ക് ഒന്നും പറ്റിയില്ല. വാ, പെട്ടെന്ന് ഡ്രസ് മാറിയിട്ട് പോവാ. കളിച്ചേച്ചി, എന്താ മോളെ? കളിച്ചേച്ചി ഇവിടെ വന്നിട്ട് എത്ര കാലമായി? മോക്കറിഞ്ഞൂടെ? കൊറേ കാലായി. കൊറേ കാലം എന്ന് വെച്ചാ? കൊറേ കാലോന്ന് വെച്ചാ കൊറേ കാലമായി. എന്ന് വെച്ചാ എന്റെ അമ്മയുള്ളപ്പോ കളിച്ചേച്ചിയുണ്ടോ? എന്താ മോളെ? ഏയ് ഒന്നുമില്ല, വെറുതെ ചോദിച്ചതാ. കളിച്ചേച്ചിക്ക് അമ്മയെ അറിയായിരുന്നോന്ന് ചോദിച്ചതാ. അല്ല മോളെ, ഞാൻ പിന്നീടാ വന്നത്. അല്ല, മോളിപ്പോ എന്തിനാ അതൊക്കെ ചോദിക്കുന്നത്? ഒരു മോൾക്ക് അമ്മയെ കുറിച്ച് അറിയണ്ടേ ചേച്ചി? മോളെ, കലച്ചേച്ചിയുടെ ജോലി തെറിപ്പിക്കല്ലേ? ആ, അത് കൊള്ളാം. അമ്മയെ കുറിച്ച് പറഞ്ഞ ജോലി തെറിക്കോ? മോളന്ന് സോഷ്യൽ മീഡിയന്നൊക്കെ അഡ്രസ് എടുത്ത് അമ്മയെ അന്വേഷിച്ചു പോയില്ലേ? അതുപോലെ എങ്ങാനുള്ള ഒരുക്കമാണോ? ദേ പൊന്നുമോളെ, ചേച്ചിയൊന്നും അറിഞ്ഞിട്ടുമില്ല കേട്ടിട്ടുമില്ല. കേട്ടല്ലോ? മോളെ, ആ, ദേ സാറ് വിളിക്കുന്നു. ആ, പിന്നെ ചേച്ചിയോട് ഞാൻ അമ്മയെ കുറിച്ച് ചോദിച്ച കാര്യം അച്ഛനോട് പറയണ്ടേട്ടോ. പാവം കുട്ടി. അച്ഛാ, എന്താ അച്ഛാ? ആ മോളെ, ദേ അച്ഛമ്മ വീഡിയോ കോളിൽ വരുന്നു. സത്യമാണോ? ആ, ദേ ഇപ്പൊ കണക്ട് ആവും.